നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. താങ്ക്സ് മാഡം. വെറും താങ്ക്സ് മാത്രമേ ഉള്ളൂ? രാജുന്റെ അഭിമാനം ഞാൻ രക്ഷിച്ചത്, ഒപ്പം ജോലി. അറിയാം, മാഡം കാരണം തന്നെയാ ഞാൻ അതിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഒരു സംശയം, ആ ഫയല് എനിക്ക് എവിടുന്ന് കിട്ടിയെന്നല്ലേ? ഞാൻ ഇങ്ങനെ തോട്ടത്തിൽ കൂടി നടക്കുമായിരുന്നു. പെട്ടെന്ന് നോക്കുമ്പോ അന്തരീക്ഷത്തിൽ നിന്ന് പേപ്പർ ഇങ്ങനെ താഴേക്ക് പറന്നു വരുന്നു. എല്ലാത്തിലും അച്ഛന്റെ ഒപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ എല്ലാം എടുത്തു വെച്ചു. ആരായിരിക്കും ആ ഫയലിലെ പേപ്പേഴ്സ് താഴേക്ക് എറിഞ്ഞത്? എനിക്കറിയില്ല, പക്ഷേ ആരായാലും അയാളെ സൂക്ഷിക്കണം. അയാള് നമ്മുടെ മിത്രമല്ല, ശത്രുവാ. ശത്രു. നീ എന്താ ഇവിടെ? ഞാൻ മാഡത്തെ കാണാൻ വന്നതാ. അതിന് ബെഡ്റൂമിലാണോ വരണ്ടേ? പ്രത്യേകിച്ച് ഋതികയുടെ. അതെനിക്ക് ഇഷ്ടമല്ല. ഞാൻ ആ ഫയലിനെ കുറിച്ച് അന്വേഷിക്കാൻ വന്നതാ. ആരോ അത് അലമാരിൽ നിന്നെടുത്ത് നിലത്തേക്ക് എറിഞ്ഞു. അതാരാണെന്ന് കണ്ടുപിടിക്കണം. എന്നിട്ട് വേണം തെളിവ് സഹിതം അയാളെ എനിക്ക് സാറിന് മുമ്പിൽ കൊണ്ടുവന്ന് നിർത്താൻ. എന്തിനാ അതിനൊക്കെ ശ്രമിക്കുന്നത്? കഴിഞ്ഞത് കഴിഞ്ഞു. ഇനിയെങ്കിലും സൂക്ഷിക്കാൻ നോക്ക്. അതെ, അത് തന്നെയാ ചെയ്യാൻ പോകുന്ന. സൂക്ഷിക്കും, നല്ലോണം സൂക്ഷിക്കും. എന്താടാ? അല്ല, അവനാ ഫയൽ എങ്ങനെ നഷ്ടപ്പെടുന്ന അന്വേഷിക്കാൻ പോകുന്നു. ചുമ്മാ പേടിപ്പിക്കാനാ. മോനെ ദീപകേ, അവനെ അത്ര നിസാരക്കാരനായി കാണണ്ട. സംസ്ഥാന രാഷ്ട്രീയത്തിലെ ശക്തന്മാരിൽ ഒരാളായ വിദ്യാഭ്യാസ മന്ത്രി പ്രതാപവർമ്മയുടെ ഏറ്റവും വിശ്വസ്തനാ ഇപ്പൊ ഇവിടുന്ന് പോയ രാജു. സാധാരണക്കാരനായ ഒരുത്തൻ അങ്ങനെ ഒരു പദവിയിൽ എത്തണമെങ്കിൽ അത് വെറുതെ ആയിരിക്കില്ലെന്നറിയാലോ. അത്ര പെട്ടെന്നൊന്നും അവനെ ഇവിടുന്ന് പറിച്ചെറിയാനാവില്ല. അതിന് ബുദ്ധി പ്രയോഗിക്കണം, തന്ത്രവും. സ്വന്തം കുടുംബം, അതാണ് രാജുവിന്റെ ലോകം. അവിടെ കയറി കളിക്കണം. സ്വന്തം വീട്ടുകാരെ അപമാനിക്കപ്പെട്ട ആത്മാഭിമാനമുള്ള ഏത് മകൻ അത് കണ്ട് സഹിക്കാൻ പറ്റും? നീ കണ്ടോ, അവൻ ഈ വീട്ടിൽ നിന്ന് സ്വയം ഇറങ്ങിപ്പോകും. അതിനുള്ള പണി ഒപ്പിക്കാൻ നിന്റെ അമ്മയ്ക്കറിയാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.